Watch India's largest kids library only on Jio Hotstar. Download the app now. അതെ മതി മതി ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങൾക്ക് ട്രീറ്റ് തരാൻ വേണ്ടിയാ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നേ. വെയിറ്റർ, ഇവർക്കുള്ള ആഹാരം പെട്ടെന്ന് കൊണ്ടുവന്നേ. സർ, ഇപ്പൊ കൊണ്ടുവരാം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഞാൻ ഹോസ്റ്റേജ് സിംഗ് സംസാരിക്കുന്നു. ഹോസ്റ്റേജ് സിംഗോ? ഇതാരാണ് ഇപ്പൊ അനൗൺസ് ചെയ്തത്? ടെൻഷൻ അടിക്കണ്ട, എൻജോയ് ചെയ്തോളൂ. ഇതിന്റെ അകത്തേക്ക് തന്നെ ഇരുന്നോളൂ. പക്ഷേ പുറത്തേക്ക് പോവാൻ കഴിയില്ല. ഞങ്ങൾ നിങ്ങളെ തടവിലാക്കി കഴിഞ്ഞു. പുറത്തേക്ക് പോകാനുള്ള എല്ലാ വഴികളും അടച്ചു. ആരെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അവരുടെ ഗതി ഇതാണ്. പിന്നെ എന്നെ നിങ്ങൾ കുറ്റം പറയരുത്. ഞാൻ ഗവൺമെന്റിനോട് കുറച്ച് കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. നിങ്ങൾ എൻജോയ് ചെയ്തോ. ആരാണത്? അങ്ങനെ ഞങ്ങൾ അകത്തിട്ട് പൂട്ടാൻ ഞാൻ അനുവദിക്കില്ല. ലഡ്ഡു സിംഗിനെ ഈ ലോകത്തിൽ ഏതൊരു ശക്തിക്കും തടയാൻ കഴിയില്ല. ശിവ, ഇവൻ പറഞ്ഞത് ശരിയാണല്ലോ. ആരെങ്ങനെ വേണമെങ്കിലും ശ്രമിച്ചോ. ഞങ്ങൾക്ക് വിശ്വാസം വരുന്നവരെ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നോ. ഞങ്ങൾ ശരിക്കും നിങ്ങളെ തടവിലാക്കിയിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ കൂട്ടുകാരൻ പോലെയാണ്. ഞാൻ ആരും നിങ്ങളെ ശല്യം ചെയ്യില്ല. നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തോളൂ. ഗവൺമെന്റ് ഞാൻ പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ അപ്പോഴാണ്. എന്താ സംഭവിക്ക? ഹലോ ഇൻസ്പെക്ടർ. അല്ല, നീ എന്നെ കാണുന്നുണ്ടോ? അതെ, ഞാനെല്ലാം കാണുന്നുണ്ട്. പക്ഷെ തനിക്ക് എന്നെ കാണാൻ പറ്റൂല. താൻ മറന്നേക്ക് താൻ ഒരു പോലീസ് ആണെന്ന്. താനും തടവിലാണ്. ഹോസ്റ്റേജ് സിംഗ് ഗോൾഡൻ സൺറൈസ് ഹോട്ടലിൽ അവിടെയുള്ള എല്ലാവരെയും തടവിലാക്കിയിരിക്കുകയാണ്. അയാൾ ഗവൺമെന്റിനോട് 100 കോടി രൂപയും ഒരു ഹെലികോപ്റ്ററും പിന്നെ ജയിലിൽ കിടക്കുന്ന അയാളുടെ ടെററിസ്റ്റായ സഹോദരനെയും വിട്ടുതരണമെന്ന് കർശനമായി നിർബന്ധിച്ചിരിക്കുന്നു. ഈ ഹോസ്റ്റേജ് സിംഗ് ആരാന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. പക്ഷേ ഇത് എങ്ങനെയാ കണ്ടുപിടിക്കുക? ആദ്യം സസ്പീഷ്യസ് ഇവിടെ ആരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എല്ലാവരും നല്ലോണം വാച്ച് ചെയ്തോളൂ. നമ്മുടെ നടുക്ക് തന്നെയാ അവരുള്ളത്. എല്ലാരും ശ്രദ്ധിച്ചോണം. പല വഴിക്ക് പിരിഞ്ഞുപോയി അന്വേഷിക്കുക. എന്തിനാ എന്നെ കണ്ടിങ്ങനെ വെറുതെ കൊരയ്ക്കുന്നേ? ഞങ്ങളെ തടവിലാക്കി അകത്ത് വന്നിരിക്കുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പ് അവിടെ നിപ്പുണ്ട്. അവരെ കണ്ട് കൊരയ്ക്കാതെ എന്തിനാ എന്നെ കണ്ടിങ്ങനെ കൊരയ്ക്കുന്നേ? മിണ്ടലെന്ന് പറഞ്ഞ്. ഓഹോ, അത് ശരി. അപ്പൊ നീ എന്നെ പേടിപ്പിക്കാൻ നോക്കുക. നീ എന്താ കരുതിയത്? ഞാൻ പേടിച്ചു പോകുന്നോ? എന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. ഇവിടുന്ന് 50 കിലോമീറ്റർ ദൂരെ വരെ ഒരു ഡോഗിക്കും എന്നെ നോക്കി കൊരയ്ക്കാനോ അല്ലെങ്കിൽ കടിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. എന്നോടാണോ നിന്റെ കളി? അതെ, നിന്നെ പോലത്തെ ഡോഗിനെ പിടിച്ച് എന്റെ കീശക്കകത്ത് ഞാൻ ഇടും. നിനക്ക് കാണണോ? എന്നോട് കളിക്കല്ലേ? ഈ ചങ്ങലെങ്ങനെ പൊട്ടിയത്? സോറി. ഞാൻ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. ഒന്നും വിചാരിക്കരുത്. എനിക്കിങ്ങനെ തമാശകൾ പറയുന്നത് വളരെ ഇഷ്ടമാണ്. ഇല്ല, വേണ്ട, പുറകെ വരരുത്. ഈ റൂമിനകത്തിരുന്നാലോ? വേണ്ട, ആ റൂമിൽ പോയി ഒളിഞ്ഞിരിക്കാം. വേണ്ട, എന്നെ കടിക്കല്ലേ, വേണ്ട. അതെ, എന്നെ ഒന്ന് വിട്ടോടെ. ഞാൻ എവിടെ പോയാലും ആ ഡോഗ് എന്റെ പുറകെ തന്നെ കെട്ടിയെടുക്കുകയാണല്ലോ. ഇതെന്താ ഡോഗിയെ പോലെ 4 കാലിൽ നടക്കുന്നത്? അതെ, ഡോഗിനെ കടിച്ച് ഞാനിപ്പോ ഒരു ഡോഗിയെ പോലെ ആയിന്നേ. അതൊരു ഭയങ്കര സാധന. അതിനെ കെട്ടിട്ടിരിക്കായിരുന്നു. അത് സ്വയം ചങ്ങല പൊട്ടിച്ച് ഓടി വന്ന് എന്നെ കടിച്ചൂന്നേ. വൃത്തികെട്ട ഡോഗി. ലഡു സിംഗ് സാറേ, എന്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് സെക്യൂരിറ്റി റൂമിലേക്ക് ചെന്നാലോ? അവിടെയാണെങ്കിൽ മോണിറ്റർ ഉണ്ടാവും, CCTV ഫുട്ടേജും ഉണ്ടാവും.
എക്സ്പ്ലോസീവ് ആരെങ്കിലും വെച്ചിട്ടുണ്ടോന്ന് നമുക്ക് അത് നോക്കിയാ മനസ്സിലാവും. സസ്പീഷ്യസ് മൂവ്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. ഗുഡ് ഐഡിയ. വന്നേ, നമുക്ക് ഇപ്പൊ തന്നെ പോകാം. അതെ, ഞാൻ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് ആണ്. ഹലോ സർ, പറയൂ, എന്താണ് വേണ്ടത്? ഞങ്ങൾക്ക് ഇവിടുത്തെ CCTV ഫുട്ടേജ് മുഴുവനും കാണണം. എനിക്ക് വിശ്വാസമുണ്ട് ആ ടെററിസ്റ്റിന്റെ ഫോട്ടോ ഏതെങ്കിലും ഒരു ക്യാമറയിൽ നിന്ന് കണ്ടുപിടിക്കാമെന്ന്. ഇല്ല, അങ്ങനെ കാണാൻ പറ്റില്ല. എന്തുകൊണ്ട് ഞങ്ങൾക്കത് കണ്ടൂടാ? അത് സെക്യൂരിറ്റി റീസൺ ആണ്. സെക്യൂരിറ്റി റീസണോ? എടോ, താൻ എന്ത് വർത്താനായി പറയുന്നത്? ഹോട്ടലിലുള്ള ആൾക്കാരെ മുഴുവനും ടെററിസ്റ്റ് തടവിലാക്കിയിരിക്കുകയാണ്. പിന്നെ എന്തോന്ന് നിങ്ങളുടെ സെക്യൂരിറ്റി റീസൺ? കൂടുതൽ വാചകം അടിക്കരുതേ, പറഞ്ഞേ ചെയ്യേ. ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാൻ. മര്യാദക്ക് എല്ലാവരും അവിടെ പോയിരിക്കേ. ബോസേ, ബോസ്, ലഡ്ഡു സിംഗ് വന്നിട്ടുണ്ട്. ഫുട്ടേജ് നോക്കണമെന്ന് പറയുന്നു. എന്താ ചെയ്യണ്ടേ? എന്റെ കാര്യങ്ങൾ ശരിയാവുന്നവരെ അവന്മാരൊക്കെ പിടിച്ചങ്ങ് കെട്ടിയിട്ട് ആരും ഒന്നും പറയുന്നത് കേക്കണ്ട. ഓ ഓ അങ്കിൾ വിട്ടേക്കുന്നേ. കുട്ടി, അവിടെ മാറിയിരിക്കേ. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എന്റെ നടു ഒടിഞ്ഞു എന്നാ തോന്നുന്നേ. ഇനി സമാധാനമായിട്ട് CCTV ഫുട്ടേജ് നമുക്ക് കാണാം. റൂം നമ്പർ 2504ലേക്ക് പോയിരിക്കാം. ഇവളൊരു സസ്പീഷ്യസ് ആണെന്ന് തോന്നുന്നു. സംശയത്തോടെ ഉള്ള അവരെ നോട്ടം കണ്ടില്ലേ? 100% അവിടെ എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. വന്നേ, പോയി നോക്കാം. ദാ കാണുന്നു, റൂം നമ്പർ 2504. ടിങ് ടോങ്. റൂം സർവീസ്. എന്താ? യു ആർ അണ്ടർ അറസ്റ്റ്. കൈ പൊക്കി മര്യാദയ്ക്ക് നിക്ക്, വേഗം. എന്റെ അമ്മ വരെ എന്നെ അങ്ങനെ തല്ലിട്ടില്ല. എന്തിനാ ഇപ്പൊ കുട്ടീനെ തല്ലിയത്? വേണ്ട. എന്റെ കാര്യത്തെ തലയിടാനായിട്ട് നിങ്ങളെ ആരാ പഠിപ്പിച്ചത്? ഇപ്പൊ ശരിയാക്കി തരാം. ഓഹോ, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? എന്റെ സാധനങ്ങളൊക്കെ മോഷ്ടിക്കാൻ വന്നിരിക്കുകയല്ലേ? കൊണ്ടുപോയിക്കോ. നാണമില്ലല്ലോ തനിക്ക്? കൊച്ചുകുട്ടികളെ വിളിച്ചോണ്ടാണോ മോഷണത്തിന് ഇറങ്ങിയിരിക്കുന്നേ? പറയാ. കൊച്ചുകുട്ടികളായിട്ട് ഞങ്ങള് മോഷ്ടിക്കാനെന്നല്ല വന്നിരിക്കുന്നത്. നിങ്ങളാണ് ഹോട്ടൽ മുഴുവൻ ഹോസ്റ്റേജ് ചെയ്തിരിക്കുന്നത്. പറയേ, നിങ്ങളുടെ ബോസ് എവിടെയാണെന്ന്? പെണ്ണെ, നീ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ ഇവിടെ സ്വയം ഹോസ്റ്റേജ് ആയിട്ടാ ഉള്ളത്. അല്ല, നീ ഹോസ്റ്റേജ് ആണെങ്കിൽ പിന്നെ എന്തിനാ നീ ഇങ്ങനെയൊക്കെ പെരുമാറിയത്? പറയേ. നീ ഇതിന്റെ മുമ്പുള്ള ഫുട്ടേജ് ഒന്ന് കണ്ടോ? ഒരാൾ എന്റെ ആഭരണങ്ങൾ തട്ടിയെടുക്കാൻ വന്നു. അപ്പൊ ഞാൻ പേടിച്ച് ഓടിയതാ. ചെല്ല്, നീ ചെന്ന് ആ CCTV ഫുട്ടേജ് നോക്ക്. ചെല്ല്. ശിവ, അവര് പറയുന്നത് ശരിയാണല്ലോ. അവരെ ആരെ കൊള്ളയടിക്കാൻ വന്നതാണ്. ഇനി നമ്മൾ എന്താ ചെയ്യാ? എന്നാ വരൂ, നമുക്ക് മുക്കിലും മൂലയിലും ചെന്ന് അന്വേഷിക്കാം. ടെററിസ്റ്റിനെ കാണാതിരിക്കില്ല. ഞാനും രവിയും മോണിറ്റർ ശ്രദ്ധിച്ചോളാം. നിങ്ങൾ ഹോട്ടലിന്റെ പല ഭാഗത്ത് ചെന്ന് അന്വേഷിക്കൂ. വന്നേ. ഡോഗി, നീ ഇപ്പൊ എവിടുന്നാ കെട്ടിയെടുത്തത്? അത് കണ്ടില്ല, അതിനവിടെ കെട്ടിയിരിക്കാ സാറേ. കെട്ടിയിരിക്കാന്നോ? ഇപ്പൊ മനസ്സിലാവും അതിനെ കെട്ടിയിരിക്കാണോ അതോ അഴിച്ചു വിട്ടിരിക്കാണോന്ന്. ഞാൻ പോവാണ്. നിങ്ങള് വേണമെങ്കിൽ ഇരുന്ന് കളിച്ചോ. ബൈ.
ഡോഗിയെ കൊണ്ട് നമ്മൾ എന്ത് പേടിക്കാനാണ്? അതും ഈ കെട്ടിയിട്ടിരിക്കുന്ന ഡോഗിയെ. ഹേ ഡോഗി, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഞാൻ നിന്നെ കണ്ട് പേടിക്കില്ല കേട്ടോ. ഞാൻ ആരാന്നറിയോ? ആ കൊള്ളാം കൊള്ളാം, ഇനിയും കൊരക്ക്, ഇനിയും കൊരക്ക് കൊരക്ക്. കൊരച്ചോ കൊരച്ചോ, എനിക്കൊന്നും നിന്നെ കണ്ടിട്ട് പേടിയില്ല. ആ കൊരക്ക് കൊരക്ക്, അങ്ങനെ തന്നെ ഇത് നമ്മളെ പറ്റിച്ചു കേട്ടോ. ദേ വേണമെങ്കിൽ ഓടിക്കോ, അല്ലെങ്കിൽ കടികൊണ്ട് ഓടിക്കോ ഓടിക്കോ. മമ്മി എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? ഐ, വേണ്ട. വേഗം അകത്തേക്ക് കേറ്. ആ ഡോഗ് നമ്മുടെ പുറകെ തന്നെ വന്നോണ്ടിരിക്കുന്നുണ്ട്. ഓടിക്കോ, വേഗം ഓടാ. എന്നെ കടിച്ചു, ആ ഡോഗ് എന്നെ കടിച്ചു. ശിവ, ഈ ആളുടെ ഡ്രസ്സും വാക്കിംഗ് സ്റ്റിക്കും ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. നീ വേണമെങ്കിൽ അപ്പുറത്തെ മോണിറ്റർ ഒന്ന് ശ്രദ്ധിച്ചേ. അതിനർത്ഥം ഇയാൾ ഇവിടെ എല്ലാരോടും അഭിനയിച്ചു കാണിക്കുകയാണ്. ആദ്യം അയാൾ നൊണ്ടനായിട്ട് അഭിനയിച്ചു, ഇപ്പൊ നന്നായിട്ട് ഓടുന്നത് കണ്ടില്ലേ? ആ മോണിറ്ററിൽ കണ്ട മനുഷ്യൻ തന്നെയാണ് ഇപ്പൊ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ദേ, അയാൾ തന്നെയാ, അയാളാണ്. വേഗം വാ. വെറുതെ എന്തിനാ തല്ലു പിടിക്കുന്നേ? എന്റെ ആൾക്കാരെ അടിക്കുന്ന കൊണ്ട് നിനക്ക് ഒന്നും കിട്ടില്ല മോനെ. എനിക്ക് ആരും ശത്രുതയില്ല. ആ ശിവ എന്ന പേരുള്ള ചെക്കനും ആ ഇൻസ്പെക്ടറും മര്യാദയ്ക്ക് പറഞ്ഞത് അനുസരിക്കണം. നിങ്ങളുടെ മുറിയിൽ പോയി മിണ്ടാതെ ഇരിക്കണം, അല്ലെങ്കിൽ ഈ ഹോട്ടൽ മുഴുവനും ബോംബ് വെച്ച് തകർക്കും. കേട്ടല്ലോ? ദാ ഇത് നോക്കൂ, ഇതാണ് ശിവ, ഇതാണ് ലഡ്ഡു സിംഗ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവന് കൊതിയുണ്ടെങ്കിൽ ഇവരെ കണ്ടാൽ തടയണം. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞങ്ങളൊക്കെ കൊടുക്കാൻ നോക്കുകയാണോ? കേട്ടില്ലേ? മര്യാദയ്ക്ക് അവിടെ അടങ്ങിയിരിക്കേ. അവര് നമ്മളെ ഒന്നും ശല്യം ചെയ്യുന്നില്ലല്ലോ, പിന്നെ നിനക്കെന്താ ഛേദം? പക്ഷേ ടെററിസ്റ്റിനെ പിടിക്കുക എന്നത് നമ്മുടെയൊക്കെ കർത്തവ്യമാണ്. അതെല്ലാം നമ്മുടെ ജോലിയല്ല മോനെ, പോലീസിന്റെ ജോലിയാണ്. പോലീസ് ഇൻസ്പെക്ടർ ലഡു സിംഗ് സാർ ഇവിടെ ഉണ്ടല്ലോ. ഇയാളൊരു പോലീസാണെന്ന് പറയാൻ നാണക്കേടാ. ടെററിസ്റ്റിനെ പിടിക്കാൻ വേണ്ടിട്ട് സ്പെഷ്യൽ പോലീസാണ് വേണ്ടത്, അറിയോ നിനക്ക്? ഇയാളൊരു പേടിത്തൊണ്ടനാ. നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം. ലഡു സിംഗ് സാർ, ഞങ്ങളിപ്പോ വരാം. രേവ, ആദി, യൂടി, വേഗം വാ. ഞാനൊരു പോലീസുകാരനാണ്. എന്റെ കഴിവ് എന്താണെന്നറിയോ? ഇവിടുന്ന് 50 കിലോമീറ്റർ ദൂരെ വരെ ആരെങ്കിലും മോഷ്ടിക്കാൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ പറയും ഓടിക്കോ, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് വരുമെന്ന്. ഞാനാണ്. ഇയാൾക്ക് ഇങ്ങനെയൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ശരിക്കിട്ടൊന്ന് പെരുമാറിയാലേ മനസ്സിലാവും. എന്നെ തല്ലല്ലേ. എന്നെ തല്ലരുത്. ഇനി താൻ പിടിക്കാൻ ശ്രമിക്കുവോ? ഇല്ല, ഇനി ഒരിക്കലും ഞാൻ പിടിക്കാൻ നോക്കില്ല. അങ്കിൾ, വെറുതെ കിടന്ന് അഭിനയിക്കാൻ നിക്കല്ലേ. മര്യാദക്ക് 2 കാലിൽ നടക്കാൻ നോക്ക്. ഞൊണ്ടി കാണിക്കാൻ നിക്കല്ലേ. അങ്കിൾ, നിങ്ങളുടെ ആക്ടിംഗ് CCTV ഫുട്ടേജിൽ ഞാൻ കണ്ടതാ കേട്ടോ. ആദ്യം പതുക്കെ നടക്കുന്നു, പിന്നെ വടി മുകളിൽ കറക്കി കാണിച്ച് 2 കാലുകൊണ്ട് നടക്കുന്നു. അല്ല, ഇനിയിപ്പോ ഇത് വല്ല മാജിക് വടിയാണോ? അതെ മോനെ, ഇത് മാന്ത്രിക വടിയാണ്. നീ എന്നെ ഒരുപാട് ശല്യം ചെയ്തു കുട്ടി. ഇനി ഞാൻ നിന്റെ കഥ അവസാനിപ്പിച്ചിരിക്കും. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ഓ, അപ്പൊ ഇതാണ് തന്റെ ശരിക്കുള്ള മുഖം അല്ലേ? ആൽഫ മൈക്ക് ടാങ്കോ ഷേറ, പെട്ടെന്ന് വാടേ.